കാരണം ഈ തെരഞ്ഞെടുപ്പ് ഗർഭം വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുലിനെതിരെ എടുത്ത നടപടിയും അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് നിന്ന ആളുകൾക്കും പല കാര്യങ്ങളും വ്യക്തമായി. ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും ഇത് പുകമറയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിങ്ങനെ പുകമറയായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കണം. അത് ഈ പറയുന്ന വിജയന്റെ പല തെണ്ടിത്തരങ്ങളും മറച്ചു പിടിക്കാനുള്ള പുകമറ മാത്രമാണ് എന്നുള്ളത് ഇവർക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ഗർഭം പുറത്തു വന്നപ്പോൾ അത് പത്മകുമാർ പറഞ്ഞ പേരിലേക്ക് എത്താതെ നിൽക്കുവാനുള്ള ഒരു മറയാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളിലും നിലപാടുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, രാഹുലിനെതിരെ എടുത്ത നടപടി, സസ്പെൻഷൻ നടപടിയിൽ പോലും ഇന്നിപ്പോ അവർ ഖേദിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുലിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഇത് കുറ്റപ്പെടുത്തില്ല കേട്ടോ. കാരണം ഒരു ആരോപണം, അതും വളരെ സമുന്നതനായ യുവജന നേതാവിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിലാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരക്കാരെ കൂടെ നിർത്തൽ അത് യുക്തിയല്ല, അതല്ല നീതി എന്നുള്ള ഒരു തീരുമാനത്തിന് പുറത്താണ് നടപടിയിലേക്ക് എടുത്തു ചാടിയത്. പക്ഷേ ആ നടപടിയിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കേണ്ട ബാധ്യത അത് കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിലേക്ക് കടക്കാതെയാണ് ഈ നടപടികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ പലരുടെയും മനമാറ്റത്തിനുള്ള കാരണവും. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, തെറിവിൽ സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട്, ആ നിജസ്ഥിതി അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് പോലും സമീപനങ്ങൾ തിരുത്തുവാനും ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് എന്നുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുവാനും, മുന്നോട്ടെടുത്ത് വെച്ച കാൽ 4 അടി പിന്നോട്ടെടുക്കുവാനും വരെ അവർ തയ്യാറാവുക. ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസാണ്.